ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ വെർട്ടെക്സ് സി. സി എന്നുള്ള വെർട്ടെക്സ് കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ഡയഗണൽ എ സി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സി എന്നുള്ളത് കാണാൻ നമുക്കറിയാം. എന്താ നമ്മൾ ചെയ്യാറുള്ളത്? ഇവിടെയുള്ള സി ഉള്ള എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കാണാൻ വേണ്ടിയിട്ട് 8 + 4 12, 12 - 2 ദാറ്റ് ഈസ് 10. ദെൻ വൈ കോർഡിനേറ്റ് കാണാൻ 4 + 6 10, 10 - 2 ഈസ് 8. ഓക്കെ, അപ്പോൾ അത് സെറ്റായി. ഇനി ഇതിൻ്റെ മിഡ് പോയിന്റ്സ് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മിഡ് പോയിന്റ് കാണാൻ നമുക്കറിയാം, എക്സ് കോർഡിനേറ്റ് കാണാൻ x1 + x2/2, y1 + y2/2. സിമ്പിളായിട്ട് 10 + 2 ഈസ് 12, 12/2, 8 + 2 ഈസ് 10, 10/2. സോ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 6 എന്നും ഇവിടെ 5 എന്നും കിട്ടും. 6 and 5. അതല്ലെങ്കിൽ നമുക്ക് ഈ രീതിക്ക് ഇങ്ങോട്ട് വരച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. 8 + 4 ഈസ് 12, 12/2 ഈസ് 6. 6 + 4 ഈസ് 10, 10/2 ഈസ് 5. So the midpoint coordinates are 6 and 5. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. AB and CD are diameters. So O is the center. Find the coordinate of O and C. B അറിയാം, B is 30 എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. B is 30. സോ 0 to B എന്നുള്ളത് 3 യൂണിറ്റ്സ് ആണ്. സോ നമുക്കറിയാം OC എന്ന് പറഞ്ഞാലും റേഡിയസ്, OA ഈസ് ദ റേഡിയസ്, OD ഈസ് റേഡിയസ്, OB ഈസ് റേഡിയസ്. ഇത് 3 യൂണിറ്റ് ആണെങ്കിൽ ഇങ്ങോട്ടും 3 യൂണിറ്റ്, ഇതും 3 യൂണിറ്റ്, ഇതും 3 യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ സിയുടെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? എക്സ് കോർഡിനേറ്റ് ഈസ് 0 ആൻഡ് വൈ കോർഡിനേറ്റ് ഈസ് 3. എയുടെ കോർഡിനേറ്റോ ഇങ്ങോട്ട് മൈനസ് ആണ് വരിക. എ ഈസ് 0 - 3. ദെൻ ഡി എന്ത് വരും? സോറി, എ ഈസ് -30 എന്നാണ് കേട്ടോ വരിക. -30. ഡി എന്ന് പറഞ്ഞാൽ 0 - 3. ഇതാണ് നമ്മളോട് ചോദിച്ചത്. ദെൻ വാട്ട് ഇസ് ദ കോർഡിനേറ്റ് ഓഫ് ഒ എന്ന് ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 0 0. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 0 0 എന്ന് കിട്ടും. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എക്സ് കോർഡിനേറ്റ് ഈസ് -3 ആൻഡ് വൈ കോർഡിനേറ്റ് ഈസ് 0. ഇവിടെ ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ് ഈസ് 0 ആൻഡ് വൈ കോർഡിനേറ്റ് ഈസ് -3. ഇങ്ങനെയാണ് വരിക.